ഹലോ നമസ്കാരം, വെൽക്കം ടു CC പ്ലസ്. എൻ്റെ പേര് മഞ്ജുഷ. നമ്മളിന്ന് നവോദയ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ്. അപ്പം നമ്മൾ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഭാഗത്ത് എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? പ്രധാനമായിട്ട് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കോംപ്രിഹെൻഷൻ പാസേജും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്നത്. വളരെ എളുപ്പമാണ് നമുക്കിത് ക്രാക്ക് ചെയ്യാൻ. ഈ മാർക്ക് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നൊരു മാർക്കാണ്. കാരണം നമ്മളൊന്നും ഇവിടെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചൊന്നുമല്ല പോകുന്നത്. തന്നിരിക്കുന്ന പാസേജ് വായിച്ച് മനസ്സിലാക്കി അതിൽ തന്നിരിക്കുന്ന 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. 5 ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന സിമ്പിൾ ടാസ്ക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 4 കോംപ്രിഹെൻഷൻ പാസേജസ് ആണ് ഈ ഒരു എക്സാമിന് ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന് വരിക. ആ പാസേജസിൽ 5 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. അതായത് ഒരു പാസേജിൽ നിന്ന് 5 ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ആ 5 ചോദ്യങ്ങൾ ഒരു പാസേജിൽ എന്ന് പറയുമ്പോൾ 4 കോംപ്രിഹെൻഷൻ പാസേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത് 20 ചോദ്യങ്ങളായിരിക്കും. ആ 20 ചോദ്യങ്ങൾക്കായിട്ട് നമുക്ക് കിട്ടുന്ന ടോട്ടൽ മാർക്സ് 25 മാർക്കാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന 25 മാർക്കാണ്. അത് ഒരിക്കലും നമ്മൾ കളയാൻ പാടില്ല. 25 മാർക്സ് എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, അത്രയും നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു എക്സാം ആയിരിക്കും ഇത്. അതുകൊണ്ട് വളരെ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു എക്സാം ആണ് മിസ്സിന് അറിയാം. അതുപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ നമുക്ക് ഒത്തിരി ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം അല്ലേ? ഒത്തിരി വർക്കൗട്ട് ചെയ്യണം, ഒത്തിരി ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. പക്ഷേ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് ഈ ഒരു കോംപ്രിഹെൻഷൻ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു പാസേജ് ചെയ്ത് നോക്കാം. പാസേജിലേക്ക് പോകാം. നമ്മുടെ പാസേജിൽ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. റീഡ് ദ പാസേജ് കെയർഫുള്ളി ആൻഡ് ചൂസ് ദ ബെസ്റ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദ 4 ഓൾട്ടർനേറ്റീവ്സ്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. പാസേജ് വായിച്ചുകൊണ്ട് ആ 4 ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാസേജ് നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ആദ്യം നമ്മുടെ എക്സാമിനൊക്കെ പാസേജ് വായിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വായിച്ച് ഉത്തരം എഴുതുന്ന ഒരു രീതിയാണ് നമ്മൾ പിന്തുടരാറുള്ളത്. പക്ഷേ ഇതൊരു എൻട്രൻസ് എക്സാം ആണ്. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൻ്റെ പാർട്ടിലൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ സമയം അത്രയും ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു സ്ട്രാറ്റജി നമുക്ക് വേണം. ഏതൊരു എക്സാമും അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മുടെ കയ്യിൽ വേണം. അപ്പം എന്താണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ഈ പാസേജ് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള പാസേജ് തന്നെയായിരിക്കും. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാസേജ് തന്നെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അപ്പോൾ ഇത് മുഴുവനും വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയ ശേഷം ക്വസ്റ്റ്യനിലേക്ക് പോയി ക്വസ്റ്റ്യൻ വായിച്ച് കൃത്യമായ ആൻസർ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ശരിയായ രീതി. പക്ഷേ നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞതുപോലെ ടൈമിനൊരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാസേജിലെ കീവേഡ്സ് നമ്മൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും വായിച്ച് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ പാസേജിലേക്ക് വന്ന് പാസേജ് വായിച്ച് ആ കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് മിസ് കാണിച്ചു തരാം. നമ്മളത് പ്രാക്ടിക്കലി ചെയ്ത് മാത്രമേ നമുക്കത് സെറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ പാസേജ് വായിക്കാതെ നേരെ ഓപ്ഷൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസ് ആൻഡ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. വലിയ പാസേജാണ്, കണ്ടില്ലേ? കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും ചിലപ്പോൾ. കാരണം ഒത്തിരി വലിയ വാക്കുകളൊക്കെ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ നമ്മൾ അതൊന്നും ഓർത്ത് നമ്മൾ ഒട്ടും ടെൻഷൻ ആവാൻ പാടില്ല. നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഏതൊരു എക്സാമിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നേരെ ക്വസ്റ്റ്യനിലേക്ക് എത്തി. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റൈറ്റർ തിങ്സ് ദാറ്റ്. ഇത് ഏതോ ഒരു വ്യക്തി എഴുതിയ ഒരു പാസേജാണ്. ഒരു വലിയ റൈറ്റപ്പിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ്. അപ്പം ഈ എഴുതിയ വ്യക്തി അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. ദ റൈറ്റർ തിങ്സ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് നെവർ ഫേസ്ഡ് ഡേഞ്ചേഴ്സ്. അതാണ് ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ പാസേജ് വായിച്ചിട്ടേ ഇല്ല കേട്ടോ. ഒട്ടും നമ്മൾ ആ പാസേജ് വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. കാരണം ആ വേർഡ്സ് പാസേജിൽ ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഫേസ്ഡ് ഡേഞ്ചേഴ്സ് എന്ന് പറയുന്ന ആ 2 വാക്കുകൾ നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഒരു കീ വേർഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ അത് കിടന്നോട്ടെ. അടുത്ത ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻ അവർ കൺട്രി ദർ ഇസ് യൂണിറ്റി അണ്ടർലൈങ് ഡൈവേഴ്സിറ്റി. ഓക്കെ, ആ ഒരു സെൻറ്റൻസ് നമ്മൾ വായിച്ചു. അതിൽ നമുക്ക് പ്രധാനമായിട്ട് ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി അണ്ടർലൈങ് ഡൈവേഴ്സിറ്റി എന്നുള്ളത് തന്നെ ആയിരിക്കും. അത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചു അല്ലേ? ആ ഒരു കീ പോയിന്റ് നമ്മൾ നമ്മുടെ മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചു. ആൻഡ് തേർഡ് ഓപ്ഷൻ നോക്കാം. ആർ സെക്യൂരിറ്റി ഈസ് ട്രൈബൽ ഇൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഫൈൻ.
അവിടെ നമ്മൾ ട്രൈബൽ ഇൻ ഓർഗനൈസേഷൻ മാർക്ക് ചെയ്തു. വേണമെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി എന്നുള്ള വാക്കും ഒന്ന് ഓർത്ത് വെക്കാം. പാസേജിൽ നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ദ നേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ മെനി ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് ദ നേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ മെനി ഫാക്ടേഴ്സ് എന്നുള്ളത് മെനി ഫാക്ടേഴ്സും കൂടെ ഒന്ന് മനസ്സിലൊന്ന് വച്ചേക്ക്. ഇതിൽ നമുക്ക് ഇതിപ്പോൾ മിസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്കും പെട്ടെന്ന് കീവേഡായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ആ ഒരു സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന വാക്കുകൾ ഒന്ന് ഓർത്ത് വെക്കുക, അത്രേ വേണ്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് നമ്മൾ പാസേജിലേക്ക് പോവാണ്. ഇനിയാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ച ശേഷമാണ് നമ്മൾ പാസേജ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ പാസേജിലെത്തി. നമുക്ക് പാസേജ് ഇനി ഒന്ന് വായിച്ച് നോക്കാം. കീവേഡ്സ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? പാസേജ് നമ്മൾ വായിക്കാൻ പോവാം. Among the major tasks before us, none is of greater importance for our strength and stability than the task of building up the unity and solidarity of our people. Our country often stood like a solid rock in the face of common danger, and there is a deep underlying unity which runs like a golden thread through all our seeming diversity. ഇത്രയും വായിച്ച് നിർത്തിയപ്പോൾ നമ്മൾ നേരത്തെ വായിച്ച കീവേഡ്സിൽ ഏതെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയോ? എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഏതാണ്? നമ്മൾ എളുപ്പം നമുക്ക് കിട്ടും, കാരണം ആ ഓപ്ഷൻസ് നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എളുപ്പം കിട്ടും. ദേ, അണ്ടർലൈങ് യൂണിറ്റി വിച്ച് റൺസ് ലൈക്ക് എ ഗോൾഡൻ ത്രെഡ് ത്രൂ ഓൾ അവർ സീമിങ് ഡൈവേഴ്സിറ്റി. യെസ്, ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് തിരിച്ചു പോയാലോ? ഓപ്ഷൻസിലേക്ക് തിരിച്ചു പോവാം. ഓപ്ഷൻസിലേക്ക് തിരിച്ചു പോകുമ്പോൾ ദേ ഇവിടെ ഉണ്ട് ഈ ഒരു വാക്ക്, യൂണിറ്റി അണ്ടർലൈങ് ഡൈവേഴ്സിറ്റി എന്നുള്ള വാക്ക് നമുക്ക് കിട്ടിയോ? അത് കറക്റ്റായിട്ട് അങ്ങനെയല്ല പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അത്ര എളുപ്പം അങ്ങനെ കിട്ടാൻ പാടില്ലല്ലോ അല്ലേ? അപ്പോൾ ആ സെന്റൻസിൽ ഈ ഒരു കീവേഡ് വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്ര പെട്ടെന്ന് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു അല്ലേ? സോ ദിസ് ഇസ് ദ ആൻസർ. ഈ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതാണ്. സോ ദ റൈറ്റർ തിങ്സ് ദാറ്റ് ഇൻ അവർ കൺട്രി there is unity underlying diversity. നമ്മൾ പാസേജ് വായിച്ച് നോക്കിയില്ല, അർത്ഥം കണ്ടുപിടിച്ചില്ല, ഒന്നും ചെയ്തില്ല. കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്തു, കീവേഡ് കൃത്യമായിട്ട് പാസേജിൽ നമ്മൾ മനസ്സിലാക്കി എടുത്തു, അത് ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്തു. ഇതാണ് നമ്മൾ ചെയ്ത കാര്യം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The author believes that democracy can work. Option A, if leaders are honest, if people participate, if method of persuasion and mutual adjustment are employed. And last option, if people have faith in democracy. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കീവേഡ്സ് ഏതൊക്കെയായിരിക്കും? മിസ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചത് കമന്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പം മിസ് ഇത് മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓണസ്റ്റ് എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്യാം, ലീഡേഴ്സ് എന്നുള്ളത് മാർക്ക് ചെയ്യാം. ലീഡേഴ്സ് ആർ ഓണസ്റ്റ്. വേണമെങ്കിൽ നമുക്ക് ആ സെന്റൻസ് അങ്ങനെ തന്നെ ആ സെന്റൻസ് അതിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ഓർത്ത് വെക്കാം. ലീഡേഴ്സിനെ കുറിച്ചാണോ പറയുന്നത്? ഓതർ ബിലീവ്സ് ദാറ്റ് ഡെമോക്രസി ക്യാൻ വർക്ക്. ഡെമോക്രസി എന്ന് പറയുന്ന ആ ഒരു സംഗതി അത് പോസിബിൾ ആവണമെങ്കിൽ എന്തായിരിക്കണം പ്രോബബിൾ ആയിട്ടുള്ള ആൻസർ നമുക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം. പക്ഷെ അതിനൊന്നുള്ള സമയമില്ല, നമ്മൾ കീവേഡ്സ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇഫ് ലീഡേഴ്സ് ആർ ഓണസ്റ്റ്, ഓക്കെ, ലീഡേഴ്സ് ഒക്കെ വളരെ സത്യസന്ധരാണെങ്കിൽ ഡെമോക്രസി അതായത് ജനാധിപത്യം വർക്കാവും. ഓക്കെ, ഒരു ഓപ്ഷൻ. മറ്റൊരു ഓപ്ഷൻ, ഇഫ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് അങ്ങനെ ഒരു വാചകം അതിലുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഇഫ് മെത്തേഡ് ഓഫ് പെർസുവേഷൻ ആൻഡ് മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ എംപ്ലോയിഡ്, അതാണ് അടുത്ത ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വാക്കുകൾ നമ്മൾ നോട്ട് ചെയ്യണം. ഈ വാക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്യണം. പെർസുവേഷൻ ആൻഡ് മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ എംപ്ലോയിഡ് എന്നുള്ള ആ ഒരു വാചകം നമ്മളൊന്ന് മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ഓപ്ഷൻ, ഇഫ് പീപ്പിൾ ഹാവ് ഫെയ്ത്ത് ഇൻ ഡെമോക്രസി, മനുഷ്യർക്ക് ആ ഒരു ഡെമോക്രസിയിൽ ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്നുള്ള ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പാസേജിലേക്ക് പോകാം കേട്ടോ. ഓതർ ബിലീവ്സ് ദാറ്റ് ഡെമോക്രസി ക്യാൻ വർക്ക്. നമ്മളിപ്പോൾ എന്തായാലും പാസേജിന്റെ തുടക്കത്തിൽ ആദ്യത്തെ പാരഗ്രാഫിൽ നിന്ന് നമ്മുടെ ആൻസർ കണ്ടുപിടിച്ചു. അതുകൊണ്ട് നമുക്കിനി സെക്കൻഡ് പാരഗ്രാഫിൽ തപ്പിയാൽ മതി. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ നോക്കുകയാണ്. പൊളിറ്റിക്കൽ ഡെമോക്രസി ആൻഡ് ദ വേ ഇറ്റ് ഹാസ് ഫങ്ഷൻഡ് ഇൻ അവർ കൺട്രി is surely a great achievement. Here again, we owe an immeasurable debt to Sri Jail Nehru ji for his deep attachment to democracy as a form of government and as a way of life. There is something in our older cultural heritage too. I have particularly in view that enduring strength in Indian life, which can be best be described as respect for human personality and the spirit of tolerance. I have no doubt in my mind that
It is only by methods of persuasion and mutual accommodation and by a constant search for areas of agreement to the basis for action that democracy can work. നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ കീ വേർഡ്സിലുള്ള പെർസ്വേഷൻ, മെത്തേഡ്സ് ഓഫ് പെർസ്വേഷൻ ആൻഡ് മ്യൂച്വൽ അക്കോമഡേഷൻ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് വേഗം തിരിച്ചു പോകണം. അതൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻസിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നു. സി, ഓപ്ഷനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മെത്തേഡ് ഓഫ് പെർസ്വേഷൻ ആൻഡ് മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റ് ആർ എംപ്ലോയിഡ്. ഡെമോക്രസി വർക്ക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ഓഥർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇഫ് മെത്തേഡ് ഓഫ് പെർസ്വേഷൻ ആൻഡ് മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റ് ആർ എംപ്ലോയിഡ്, ഡെമോക്രസി ക്യാൻ വർക്ക് എന്നാണ് അദ്ദേഹം ആ ഒരു പാസേജിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നമ്മൾ പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ചു. ഉത്തരം ശരിയാണെന്ന് നോക്കാം. യെസ്, സി, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇഫ് മെത്തേഡ് ഓഫ് പെർസ്വേഷൻ ആൻഡ് മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റ് ആർ എംപ്ലോയിഡ് എന്നുള്ള ആ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിയെന്ന് മനസ്സിലായില്ലേ? അത് നമ്മുടെ സ്ട്രാറ്റജി മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നമുക്ക് തന്നെ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തുമ്പോൾ, വാട്ട് ഇസ് ദ പെർമനന്റ് ട്രെൻഡ് ഇൻ ഇന്ത്യൻ ലൈഫ്? അതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. അതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, റെസ്പെക്ട് ഫോർ ഹ്യൂമൻ പേഴ്സണാലിറ്റി, ലവ് ഫോർ ആനിമൽസ്, വർഷിപ്പ് ഓഫ് നേച്ചർ, ഹീറോ വർഷിപ്പിംഗ്. ഈ 3 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഇസ് ദ പെർമനന്റ് ട്രെൻഡ് ഇൻ ഇന്ത്യൻ ലൈഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ലൈഫിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കീ വേർഡ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ പോകുന്നു. ഹ്യൂമൻ പേഴ്സണാലിറ്റി, റെസ്പെക്ട് ഫോർ ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്നുള്ള ആ ഒരു വാചകം നമ്മൾ ഓർക്കുന്നു. റെസ്പെക്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്തോ, മനസ്സിലോർത്തോ. അതുപോലെ ലവ് ഫോർ ആനിമൽസ് ആണോ, വേർഷിപ്പ് ഓഫ് നേച്ചർ ആണോ, ഹീറോ വേർഷിപ്പിംഗ് ആണോ? ഇതിലേതായിരിക്കും കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ആയിട്ട് വരെ? പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി തിരിച്ച് പാസേജിലേക്ക് പോയേ പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി ഈ ഒരു സെന്റൻസ് വായിച്ച് പോയതാണ്, പക്ഷെ നമ്മളിത് പെട്ടെന്ന് ഓർക്കില്ല. ആ വേർഡ്സിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടായി. നമ്മൾ വിചാരിക്കും ഈ പാസേജ് ആക്ച്വലി കറക്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ തന്നെയായിരിക്കും പാസേജിൽ ആൻസേഴ്സ് ഉണ്ടാവുക എന്ന് നമ്മൾ വിചാരിക്കും. അതൊരു ട്രിക്കാണ്. അങ്ങനെ ആ ഒരു ഓർഡറിലേ ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വായിക്കാതെ പോകരുത്. പാസേജ് നമ്മൾ തുടക്കം തൊട്ട് വായിക്കാതെ പോകരുത്. നമ്മൾ വായിക്കുമ്പോൾ ആ പാസേജിനോട്, അതായത് ക്വസ്റ്റ്യൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ പാസേജിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ തവണ വായിക്കുമ്പോഴും പാസേജിനോട് നമുക്കൊരു അടുപ്പം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. വായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പം മനസ്സിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചു പോയ ആ ഒരു സെന്റൻസിൽ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ ഒരു കീ വേർഡിലുള്ള വാക്കുകൾ വരുന്നുണ്ട്. അത് എവിടെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. Political democracy and the way it has functioned in our country is surely a great achievement. Here again, we owe an immeasurable debt to Shri J.L. Nehru ji for his deep attachment to democracy as a form of government and as a way of life. Okay? There is something in our older cultural heritage too. I have particularly in view that enduring strength in Indian life which can best be described as respect for human personality. Isn't it? നമ്മളത് കൃത്യമായിട്ട് കണ്ടു അല്ലേ? റെസ്പെക്ട് ഫോർ ഹ്യൂമൻ പേഴ്സണാലിറ്റി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ടോളറൻസ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു പാസേജിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷൻസിൽ എങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. യെസ്, നമ്മുടെ ഓപ്ഷൻസിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. റെസ്പെക്ട് ഫോർ ഹ്യൂമൻ പേഴ്സണാലിറ്റി, ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായ ഉത്തരമായി വരുന്നത്. വാട്ട് ഇസ് ദ പെർമനന്റ് ട്രെൻഡ് ഇൻ ഇന്ത്യൻ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്ന അത് ഓപ്ഷൻ എ ആണ്. റെസ്പെക്ട് ഫോർ ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീ നെഹ്റു വാസ് ഡീപ്ലി അറ്റാച്ച്ഡ് ടു. നമ്മൾ ഇപ്പം 2-3 പ്രാവശ്യം ആ പാസേജിൽ ആ പാരഗ്രാഫിൽ വായിച്ചു. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ് പറയുന്ന ഒരു സെന്റൻസ് നമ്മൾ വായിച്ചു അല്ലേ? അപ്പോൾ ആ ഒരു സെന്റൻസിനെ സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് പാരഗ്രാഫിൽ അതിന്റെ ഉത്തരം ഉണ്ട്, നമുക്കറിയാം ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വായിക്കുന്നു, ഓപ്ഷൻസ് വായിക്കുന്നു. ശ്രീ നെഹ്റു വാസ് ഡീപ്ലി അറ്റാച്ച്ഡ് ടു ഓപ്ഷൻ എ, ഡെമോക്രസി ആസ് എ വേ ഓഫ് ലൈഫ്. ഓക്കെ, ഓർമ്മ വന്നിട്ടുണ്ടോ? ചിലർക്കെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടാവും. ഡെമോക്രസിയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. എല്ലാത്തിലും ഡെമോക്രസി എന്ന് പറയുന്ന ഒരു വാക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മേ ബി ഡെമോക്രസി എന്ന് പറയുന്ന വാക്ക് നമ്മൾ കീവേഡ് ആയിട്ട് എടുക്കണ്ട. ഓൾറെഡി നമുക്ക് എല്ലാ സെന്റൻസിലും അത് വരുന്നുണ്ട്. എ വേ ഓഫ് ലൈഫ് എന്നുള്ളത് നോട്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഡെമോക്രസി ഓഫ് ദ വെസ്റ്റേൺ നോട്ട് ചെയ്തോളൂ. അതുപോലെ വിച്ച് എമേർജസ് ഫ്രം അവർ കൾച്ചർ, ഓക്കെ, അത് നോട്ട് ചെയ്തോളൂ. പിന്നെ ഇന്ത്യൻ വേ ഓഫ് ലിവിങ്, ഓക്കെ, ഇതിൽ ഏതാണ്
ഇന്ത്യൻ വേ ഓഫ് ലിവിങ് ആ ഒരു പാസേജിൽ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിലേതാണ് കൃത്യമായിട്ട് വരുന്നതെന്നുള്ളത് അറിയാൻ നമ്മൾ തിരിച്ച് പാസേജിലേക്ക് പോകുന്നു. അതായത് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോകുന്നു. സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഇവിടെ ഈ ഒരു സെന്റൻസിലാണ് നെഹ്റുജിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ആ ഒരു സെന്റൻസ് ഒന്ന് വായിക്കാം. Political democracy and the way it has functioned in our country is surely a great achievement. Here again, we owe an immeasurable debt to Shri J.L. Nehruji for his deep attachment to democracy as a form of government and as a way of life. See, as a way of life എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി അല്ലേ. നമുക്ക് ആൻസർ ശരിയാണോ നോക്കണ്ടേ? നമുക്ക് കൃത്യമായിട്ട് ആൻസർ ശരിയാണോ നോക്കാം. ഓക്കെ, സോ ദ തേർഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരുന്നു. സോ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ശ്രീ നെഹ്റുജി വാസ് ഡീപ്ലി അറ്റാച്ച്ഡ് ടു ഡെമോക്രസി ആസ് എ വേ ഓഫ് ലൈഫ്. അതാണ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മളത് കണ്ടുപിടിച്ചു. കാരണം നമ്മളത് പല പ്രാവശ്യം ആ പാസേജിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത്തരം വാചകങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇത് അത്രയധികം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാസേജ് അല്ല, കുറച്ച് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാസേജ് ആയതുകൊണ്ട് അതിൻ്റെ മുഴുവൻ അർത്ഥമൊക്കെ വായിച്ചെടുത്ത് മനസ്സിലാക്കിയൊന്നും നമ്മൾ ഈ പാസേജിൻ്റെ ആൻസർ കണ്ടുപിടിക്കില്ല. ഇത് ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ. അത് തന്നെയാണ് അവരുടെ സ്ട്രാറ്റജി. ആ എക്സാമിനറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നമ്മൾ എപ്പോഴും ചിന്തിച്ച് കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ റൈറ്റർ വാണ്ട്സ് ടു വർക്ക് ഫോർ. ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ, ജസ്റ്റ് ഇക്കണോമിക് ഫോഴ്സസ്. ഓക്കെ, നമുക്ക് അപ്പം തന്നെ അത് മാർക്ക് ചെയ്ത് പോവാം. മനസ്സിൽ അതൊക്കെ ജസ്റ്റ് എന്നുള്ള വാക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു ന്യായമായിട്ടുള്ള അല്ലെങ്കിൽ നീതിയുക്തമായിട്ടുള്ള എന്നൊക്കെ ഉള്ള ഒരു അർത്ഥം വരുന്ന വാക്കാണല്ലോ ജസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇക്കണോമിക് ഫോഴ്സസ്, ജസ്റ്റ് സോഷ്യൽ ഓർഡർ, ഡെമോക്രാറ്റിക് ഫോഴ്സസ്, നൺ ഓഫ് ദിസ്. അപ്പോൾ ജസ്റ്റ് സോഷ്യൽ ഓർഡർ ആണോ, ജസ്റ്റ് ഇക്കണോമിക് ഫോഴ്സസ് ആണോ, ഡെമോക്രാറ്റിക് ഫോഴ്സസ് ആണോ ഇതിൽ വരുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ ഒരു കുഴപ്പിക്കണ ഓപ്ഷനാണ് ഈ ലാസ്റ്റ് ഓപ്ഷൻ, നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ നമ്മൾ പേടിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉത്തരം ഇതിലൊന്നും ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ തന്നിരിക്കുന്ന 5 ഓപ്ഷൻസ് നിന്ന് ഉത്തരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കണം. ഇനി ഇതൊന്നും അല്ലാത്തൊരു ഉത്തരമായിരിക്കാം അത്. അപ്പോൾ അവിടെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഈ നൺ ഓഫ് ദീസ് കാണുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ച് നമുക്ക് വായിക്കാം. ഇപ്പോൾ ഏതായാലും 2 പാസേജും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലായി. ഇനി ഒരു ചെറിയൊരു പാരഗ്രാഫ്, 2 പാരഗ്രാഫ് നമുക്ക് വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ മനസ്സിലായി. ഇനി ഒരു പാരഗ്രാഫും കൂടെ ബാക്കിയുണ്ട്. അതിലായിരിക്കും ഇതിൻ്റെ ഉത്തരം വരുന്നത്. അപ്പോൾ ആ ഒരു പാരഗ്രാഫിലേക്ക് നമുക്ക് പോയി നോക്കാം. നമ്മൾ വായിക്കാത്ത പാരഗ്രാഫ്, ഇത് രണ്ടും ഏകദേശം നമ്മൾ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞതാണ്. അപ്പം ഇതിൻ്റെ ഒരു ലാസ്റ്റ് പാരഗ്രാഫിലായിരിക്കും നമുക്ക് വേണ്ട ഉത്തരം കിടക്കുന്നത്. Of all the problems facing us, none is more distressing than that of dire poverty in which tens of millions of our countrymen continue to live. It is my great desire to be able to lighten in some measure the burden of poverty on our people. In this, I remember particularly the claims of most backward sections like scheduled castes and scheduled tribes who have suffered neglect and have had to endure disabilities for many centuries. It would be my proud privilege to work for the establishment of a more just social order. അവിടെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ഇത് ഏറ്റവും അവസാനമാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള ആ ഒരു ജസ്റ്റ് സോഷ്യൽ ഓർഡർ എന്ന് പറയുന്ന ഒരു കീവേഡ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു വേർഡ് മാത്രമല്ലേ നമുക്ക് പരിചയമുള്ളൂ. നമുക്ക് ഈ ഓപ്ഷൻസിൽ കണ്ട വാക്കുകളുമായി മാത്രമേ പരിചയമുള്ളൂ. ബാക്കി ഒരു വാക്കുകളും നമുക്ക് ഇതിനകത്ത് ഒരു ബന്ധവുമില്ല, നമുക്ക് പരിചയമില്ല. നമുക്കാകെ ഓർക്കേണ്ടത് ഈ എക്സാമിൻ്റെ ടൈമിന് മാത്രമാണ്. എപ്പോഴും ഇങ്ങനെയല്ല, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്യണം. സംഭവം അങ്ങനെയാണ്, നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്. പക്ഷേ ഈ എക്സാമിന് നമുക്ക് എന്താ, നമ്മുടെ സ്ട്രാറ്റജി, യുദ്ധതന്ത്രം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ എക്സാമിലെ സ്ട്രാറ്റജി എന്താ, കൃത്യമായിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഈ 5 മാർക്ക് നമുക്ക് മേടിച്ചെടുക്കണം. ഒരു പാസേജിൽ നിന്ന് 5 മാർക്ക് നമുക്ക് മേടിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എത്രയാണോ അതിന് കൊടുത്തിരിക്കുന്ന മാർക്ക് അത് കൃത്യമായിട്ട് നമുക്ക് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട സ്ട്രാറ്റജി ഇതാണ്. കീവേഡ്സ് മനസ്സിലാക്കുക, ആ കീവേഡ്സ് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിൻ്റെ ഓർഡറൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഇത്രയും മെനക്കെടണം. ഓർഡർ ഒന്നും നോക്കണ്ട. അതായത് പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാരഗ്രാഫിൻ്റെ ആദ്യത്തെ 2-3 സെൻറ്റൻസസിൽ കാണും. അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത 3-4 സെൻറ്റൻസസിൽ കാണും. അങ്ങനെയുള്ള ജഡ്ജ്മെൻറ്റോടെ പാരഗ്രാഫിനെ സമീപിക്കരുത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓർഡർ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല. പക്ഷേ
പാരഗ്രാഫ് മാക്സിമം ടൈം ഓരോ ഓപ്ഷനും വായിച്ച ശേഷം പാരഗ്രാഫ് വായിക്കുക, ഈ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുക, അത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി. മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും, സേഫ് ആയിട്ട് കയ്യിലിരിക്കും. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ജസ്റ്റ് സോഷ്യൽ ഓർഡർ എന്നുള്ളതാണ് ഈ 5th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ജസ്റ്റ് സോഷ്യൽ ഓർഡർ. ഓപ്ഷൻ ബി ജസ്റ്റ് സോഷ്യൽ ഓർഡർ എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സോ ഈ ഒരു പാസേജ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു പാസേജ് തന്നു കഴിഞ്ഞാൽ, അത് എത്ര ടഫായിട്ടുള്ള പാസേജ് ആയി കഴിഞ്ഞാലും എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഇത് മുഴുവനും വായിച്ച് നോക്കി അർത്ഥമൊക്കെ മനസ്സിലാക്കി ക്വസ്റ്റ്യൻസിൽ നിന്ന് അതിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിച്ച് ഒത്തിരി സമയം കളയാതെ ശരിയായ ഉത്തരങ്ങളിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ടെക്നിക്ക്, ഒരു ട്രിക്കാണ് മിസ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇംഗ്ലീഷിന് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനും ഇങ്ങനെ എളുപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരുപാട് ഐഡിയാസ്, ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മുടെ ഇവിടുത്തെ എക്സ്പേർട്ട് ആയിട്ടുള്ള CC+ന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കയ്യിലുണ്ട്. ആ ട്രിക്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും, നിങ്ങളത് പഠിപ്പിച്ച് എക്സ്പേർട്സ് ആക്കി തരും. എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്ന, അതും ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നവോദയ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ലൈഫിൽ ഏറ്റവും ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പാരൻസ് നിങ്ങളെ ഇതുപോലുള്ള എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതൊരു വലിയ ഡ്രീം തന്നെയായിരിക്കും അല്ലേ, നല്ല റാങ്കിലെത്തുക, എൻട്രൻസിൽ നല്ല മാർക്കൊക്കെ മേടിച്ച് നിങ്ങളുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ പോലെ ഫോട്ടോ ഒക്കെ വന്ന് എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് തന്നെയായിരിക്കും. നിങ്ങളുടെ ലൈഫിലെ കുഞ്ഞു ലൈഫിലെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയായിരിക്കും ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ. നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്ന എന്താണെന്നറിയോ, നിങ്ങൾക്കൊരു ലോകത്തിലെ ഒരു വലിയ അവസരം തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലേ. ഇത്രയും മികച്ച വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോ കുഞ്ഞുമക്കളുടെയും അവകാശമാണ്. ഇത് നമ്മൾ പൊരുതി നേടുവാണ് ഈ ഒരു അവകാശം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ, നിങ്ങളെ കൃത്യമായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി CC+ന്റെ അധ്യാപകരെല്ലാവരും റെഡിയാണ്. സോ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ദേ ഒരു സ്ലൈഡിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രീ ഡെമോ ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റികളാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽ നിങ്ങൾ വേറെ എവിടെയും തപ്പി പോകണ്ട, കൃത്യമായിട്ട് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഏറ്റവും വലിയ കാര്യമാണ്, ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ കീഴിലായിരിക്കും നിങ്ങൾക്കുള്ള ട്രെയിനിങ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണൽ മെൻറ്ററിനെ കോൺടാക്ട് ചെയ്ത് സംശയങ്ങൾ എല്ലാം തന്നെ ദൂരീകരിക്കാൻ പറ്റും. കൃത്യമായിട്ട് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ പറഞ്ഞു തരും, സപ്പോർട്ട് ചെയ്യും, നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ എത്തിക്കും ഈ മെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ മെൻറ്റേഴ്സ്. അപ്പോൾ അവർ നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തീർച്ചയായും എത്തിക്കും. അതാണ് ഒരു വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ മെൻറ്റർഷിപ്പിൻ്റെ. അപ്പോൾ അത് വലിയൊരു അട്രാക്ഷൻ തന്നെയാണ്. അതോടൊപ്പം റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അത് ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് മിസ്സായി പോയാലും വിഷമിക്കേണ്ടതില്ല. ആ ഒരു ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വേർഷനും അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഒരു വലിയ അഡ്വാൻറ്റേജ്. സോ റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് ഉണ്ട്. പിന്നെ മോക്ക് എക്സാംസ്, ഏതൊരു എക്സാമിനും, ഏതൊരു എൻട്രൻസ് എക്സാമിനും അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോക്ക് എക്സാംസ് ചെയ്ത് നോക്കുക എന്നുള്ളത്. നമ്മൾ പഠിച്ചിട്ട് മാത്രം ഒരു കാര്യമില്ല, ഇതൊന്നും എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇരിക്കണമെന്നില്ല. നമ്മുടെ മെമ്മറിയിൽ അത് ഇരിക്കണമെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അത് മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും സയൻസ് ആയാലും ഏത് സബ്ജക്റ്റ് ആയി കഴിഞ്ഞാലും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമ്മളത് ഓർത്തിരിക്കുകയുള്ളൂ. അതുകൊണ്ട് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒക്കെയുള്ള ചോദ്യങ്ങൾ ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകളായിട്ടും അതുപോലെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റുകളിലൂടെ കിട്ടും. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തുക, ജീവിതത്തിലെ ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നടന്നു പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ കോംപ്രിഹെൻഷൻ പാസേജസ് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എങ്ങനെ ഈസി ആയിട്ട് നമുക്കൊരു 25 മാർക്സ് സ്കോർ ചെയ്യാം എന്നുള്ള കാര്യമാണ് മിസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് മറ്റൊരു പാസേജ് ചെയ്ത് നോക്കാം. ഒരു പാസേജ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ മിസ് കൂടുതലൊന്നും പറയുന്നില്ല. നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്. പാസേജ് വായിക്കുന്നു, കീവേഡ്സ് കണ്ടുപിടിക്കുന്നു, അതായത് ഓപ്ഷൻസിൽ നിന്ന് കീവേഡ്സ് കണ്ടുപിടിക്കുന്നു, പാസേജിൽ നിന്ന് കീവേഡ്സ് മാർക്ക് ചെയ്യുന്നു, ആൻസറിലേക്ക് എത്തുന്നു. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇനി മിസ് ഒന്നും പറയുന്നില്ല. നമ്മൾ പാസേജ് നോക്കും, ഓപ്ഷൻസ് നോക്കും, ക്വസ്റ്റ്യൻസ് നോക്കും, ഉത്തരം കണ്ടുപിടിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് പാസേജ് നോക്കാം. സിമ്പിൾ പാസേജ് ആണ്. ഡെസേർട്ട് ഇസ് എ പ്ലേസ് വേർ ദർ ഇസ് സാൻഡ് ഓൾ അറൗണ്ട്.
അപ്പോൾ ഡെസേർട്ടിനെ കുറിച്ചുള്ള ഒരു പാസേജാണ്. നേരത്തെ പോലെ അത്ര കടുകട്ടിയുള്ള പാസേജ് അല്ല. അപ്പോൾ ഓരോ പാസേജും ചില പാസേജസ് കണ്ടാൽ നമുക്കൊന്ന് വായിച്ച് നോക്കണമെന്ന് തോന്നിയേക്കാം. സിമ്പിൾ പാസേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആദ്യം തുടക്കത്തിൽ വായിച്ച് നോക്കാം. പക്ഷെ നമ്മുടെ കയ്യിലുള്ള സമയത്തിൻ്റെ ഒരു അളവ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് മാത്രം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മുതിരുക. അല്ലെങ്കിൽ നേരെ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബിഗ്ഗസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ് ഈസ് ഇൻ എന്നുള്ളതാണ് ചോദ്യം. ഇത് ഒരുപക്ഷെ നമുക്ക് ഓപ്ഷൻസ് ഒന്നും നോക്കണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് ആൻസർ അറിയാമായിരിക്കും. പക്ഷെ പാസേജിൽ എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ വായിച്ച് നോക്കിയേ പറ്റൂ. സോ നമ്മൾ പാസേജിലേക്ക് പോകുന്നു. ഡെസേർട്ട് ഇസ് എ പ്ലേസ് വേർ ദർ ഇസ് സാൻഡ് ഓൾ അറൌണ്ട്. ഇറ്റ് ഇസ് എ ഹോട്ട് ആൻഡ് ഡ്രൈ പ്ലേസ്. ദർ ഇസ് വെരി ലിറ്റിൽ റെയിൻ ഇൻ ഡെസേർട്സ്, സോ വെരി ഫ്യൂ ട്രീസ് ഗ്രോ there. The only plants that grow in the deserts are cactus, date palms and thorny bushes which do not need much water to grow. The Sahara is the biggest desert in the world. കണ്ടോ, നമ്മുടെ ഐഡിയ ഒക്കെ അവർക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് എന്താ, ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം രണ്ടാമത്തെ പാരഗ്രാഫിലൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഫസ്റ്റത്തെ പാരഗ്രാഫ് തന്നെ വായിച്ച് അതിൽ തന്നെ ഉത്തരം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം ഇതിപ്പം ഈ ഒരു പാരഗ്രാഫ് മുഴുവൻ വായിച്ച് നോക്കിയാലേ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തുള്ളൂ തോന്നുന്നു. നോക്കാം. The Sahara is the biggest desert in the world. It stretches across the whole of North Africa. See, the Arabian desert is also a very large desert. ഇത്രയും അവിടെ നമുക്കൊന്ന് നിർത്താം. അവിടെ നിർത്തുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ബിഗ്ഗസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ചോദ്യത്തില്. അപ്പൊ ബിഗ്ഗസ്റ്റ് ഡെസേർട്ട്, ദ സഹാറ ഇസ് ദ ബിഗ്ഗസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ് എന്ന് ആദ്യത്തെ സെന്റൻസിൽ പറയുന്നുണ്ട്. അത് എവിടെയാണെന്ന് നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട്. ഇറ്റ് സ്ട്രെച്ചസ് അക്രോസ് ദ ഹോൾ ഓഫ് നോർത്ത് ആഫ്രിക്ക എന്നുള്ള ഒരു കാര്യം അടുത്ത സെന്റൻസിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനടുത്ത സെന്റൻസ് വായിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ദ അറേബ്യൻ ഡെസേർട്ട് ഈസ് ഓൾസോ വെരി ലാർജ് ഡെസേർട്ട് എന്ന് പറഞ്ഞൊരു സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. ആ സെന്റൻസ് നമ്മൾ നോക്കണ്ട. നമ്മൾ ലാർജസ്റ്റ് ഡെസേർട്ട് എന്ന് പറയുന്നത് സഹാറയാണെന്ന് പറഞ്ഞല്ലോ. ഓൾറെഡി ബിഗ്ഗസ്റ്റ് ഡെസേർട്ട് സഹാറയാണെന്ന് ഓൾറെഡി സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത സെന്റൻസിലേക്ക് പോവാതെ കറക്റ്റായിട്ട് നോർത്ത് ആഫ്രിക്ക എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കുക. നോർത്ത് ആഫ്രിക്ക എന്നല്ല, ആഫ്രിക്ക എന്നാണ് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുക. അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ദ ബിഗ്ഗസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ് ഈസ് ഇൻ ആഫ്രിക്ക എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഡെസേർട്ട് റീജിയൻസ് ഇറ്റ് റെയിൻസ്. There is option A, there is no rainfall. Option B, it rains heavily. Option C, there is enough rain. Option D, there is a little rain. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് നമ്മൾ നോക്കണം. എന്തൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതെന്ന് ഒന്നും കൂടെ നോക്കാം. There is no rainfall. റെയിൻഫോളേ ഇല്ല. ഇറ്റ് റെയിൻസ് ഹെവിലി, ഭയങ്കരമായിട്ടുള്ള മഴ. ഡെസേർട്ടിൽ അങ്ങനെ ഭയങ്കരമായിട്ട് മഴ പെയ്യില്ല എന്ന് നമുക്കറിയാം. There is enough rain, ആവശ്യത്തിന് മഴ പെയ്യാറുണ്ട്. There is a little rain. A little എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് വാക്കാണ്, ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ അ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ a few, a little എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പോൾ there is a little rain എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് നമുക്ക് പാരഗ്രാഫിലുള്ളതെന്ന് നോക്കിയാലോ. സോ നമ്മൾ പാരഗ്രാഫ് ആദ്യമേ തന്നെ വായിച്ചതാണ്, അതുകൊണ്ട് ഈ വാക്യം നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ അല്ലേ. ദർ ഇസ് വെരി ലിറ്റിൽ റെയിൻ ഇൻ ഡെസേർട്സ് എന്നുള്ള ആ ഒരു വാക്യം, ആ ഒരു സെന്റൻസ് നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. വെരി ലിറ്റിൽ എന്ന അർത്ഥം വരുന്ന ആ വാക്ക് ഇതിൽ ഏതാണ്? ദർ ഇസ് a little rain എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ആൻഡ് ദ ക്ലൈമറ്റ് ഇൻ എ ഡെസേർട്ട് ഈസ്, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ക്ലൈമറ്റ് ഇൻ എ ഡെസേർട്ട് ഈസ്, അതിൻ്റെ ഓപ്ഷൻസ് പ്ലസന്റ്, ഡിഫിക്കൽട്ട്, കംഫർട്ടബിൾ, കോൾഡ്. ഇത് വായിക്കാതെ തന്നെ നമുക്കറിയാം, കാരണം ഇതിൽ എല്ലാം ഒരേ രീതിയിൽ പ്ലസന്റ് ആയ ക്ലൈമറ്റ് ആണ്, കംഫർട്ടബിൾ ആയ ക്ലൈമറ്റ് ആണ്. കോൾഡ്, ഡിഫിക്കൽട്ട്, കോൾഡ് ഡെസേർട്ടിൽ എന്തായാലും എല്ലാം നമുക്കറിയാം. ഡിഫിക്കൽട്ട് ആണ് ഉത്തരം എന്ന് ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷെ വേണ്ട, നമുക്ക് ഷുവർ ആക്കി കളയാം. ഷുവർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഒരു പാസേജിലേക്ക് പോകുന്നു. പാസേജിലേക്ക് പോയ ശേഷം നമ്മൾ വായിക്കുന്നു. യെസ്, desert is a place where there is sand all around. It is very hot and dry place. There is very little rain in deserts, so very few trees grow there. The only plants that grow in the deserts are cactus, date palms and thorny bushes which do not need much water to grow. The Sahara is the biggest desert in the world. It stretches across the whole of North Africa. നമ്മൾ വായിച്ചാണ് already. The Arabian desert is also a very large desert. In India too, there is a desert called the Thar desert in Rajasthan. Life in desert is very tough. See, ഇത് നമ്മൾ വായിക്കാതെ തന്നെ ചടപടയെന്ന് നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇത് വായിച്ചേ ഉള്ളൂ. വായിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണല്ലോ. ലൈഫ് ഇൻ എ ഡെസേർട്ട് ഇസ് ടഫ് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഡിഫിക്കൾട്ട്, ടഫ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഡിഫിക്കൾട്ട് എന്ന് തന്നെയാണ് അല്ലേ. ഓക്കെ, സോ ആൻസർ, ദ ക്ലൈമറ്റ് ഇൻ എ ഡെസേർട്ട് ഇസ്
ഡിഫിക്കൽട്ട് എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡേറ്റ് പാംസ് ഗ്രോ ഇൻ. ഡേറ്റ് പാംസ് എവിടെയാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ, അതായത് പാരഗ്രാഫിൻ്റെ തുടക്കത്തിലുള്ള ആ ഒരു സെൻറ്റൻസസിൽ തന്നെ കണ്ടതാണ് അല്ലേ. ഡേറ്റ് പാംസ് ഗ്രോ ഇൻ പ്ലെയിൻസ് ആണോ, അതായത് നിരപ്പായ പ്രദേശത്താണോ, ഹില്ലി റീജിയൻസിലാണോ, ഡെസേർട്സിലാണോ, സ്നോയി റീജിയൻസിലാണോ വളരുന്നതെന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഡേറ്റ്സ് എവിടെയാണുള്ളത്? ഡെസേർട്സിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് ഈവൻ പാസേജ് നോക്കാതെ കിട്ടി. പാസേജിൽ ഇത് കണ്ടിട്ടുണ്ട് നമ്മൾ ഉറപ്പായിട്ടും, അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റി. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. വെരി ഫ്യൂ ട്രീസ് ഗ്രോ ഇൻ ഡെസേർട്സ് ബിക്കോസ്. അത് നമ്മൾ പാസേജ് നോക്കണം. നമുക്കറിയാം ഉത്തരം, പക്ഷെ എന്നാലും പാസേജിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കണം, ഓപ്ഷൻസ് വായിച്ച് നോക്കണം. മോസ്റ്റ് ട്രീസ് നീഡ് വാട്ടർ ടു ഗ്രോ. ശരിയാണ്. ദർ ഇസ് സാൻഡ് ഓൾ അറൗണ്ട്. നൈറ്റ്സ് ആർ വെരി കോൾഡ്. ദർ ഇസ് നോ വൺ ടു ടേക്ക് കെയർ ഓഫ് ട്രീസ്. ഇതിൽ ഏത് റീസൺ കൊണ്ടായിരിക്കും ഡെസേർട്ടിൽ മരങ്ങൾ അധികം വളരാത്തത്? മോസ്റ്റ് ട്രീസ് നീഡ് വാട്ടർ ടു ഗ്രോ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ മരങ്ങൾക്കും വെള്ളം വേണം വളരാൻ വേണ്ടി. അതുപോലെ ദർ ഇസ് സാൻഡ് ഓൾ അറൗണ്ട്. ഡെസേർട്ടിൽ മുഴുവനും സാൻഡ് കൂടുതലാണ്. അതുകൊണ്ടാണോ കുറച്ച് ട്രീസ് മാത്രം ഡെസേർട്ടിൽ വളരുന്നത്? നമുക്ക് നോക്കാം. നൈറ്റ്സ് ആർ വെരി കോൾഡ്. രാത്രികൾ ഭയങ്കര തണുപ്പ് നിറഞ്ഞതാണ്. അതാണോ മരങ്ങൾ വളരാത്തതിൻ്റെ കാരണം? ദർ ഇസ് നോ വൺ ടു ടേക്ക് കെയർ ഓഫ് ട്രീസ്. ആരും നോക്കാനില്ലാത്തത് കൊണ്ടാണോ, ആരും ഈ മരങ്ങളെ പരിപാലിക്കാനില്ലാത്തത് കൊണ്ടാണോ ഡെസേർട്ടിൽ ട്രീകൾ ഇല്ലാത്തത്? എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് നമുക്ക് നോക്കാം. ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ സെൻറ്റൻസ് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് അല്ലേ? ഉറപ്പായിട്ടും നമ്മൾ ഓർക്കുന്നുണ്ട്. ഈ ഒരു പാരഗ്രാഫിൽ ഇത്രയും ഭാഗം വായിച്ചാൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താം. ദ ഓൺലി പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ ദ ഡെസേർട്സ് ആർ കാക്ടസ്, ഡേറ്റ് പാംസ് ആൻഡ് തോണി ബുഷസ് വിച്ച് ഡു നോട്ട് നീഡ് മച്ച് വാട്ടർ ടു ഗ്രോ. കൂടുതൽ വെള്ളം ആവശ്യമില്ലാത്ത മരം അല്ലെങ്കിൽ ചെടികളാണ് ഡെസേർട്ടിൽ വളരുന്നത് അല്ലെ. കൂടുതൽ വെള്ളം ആവശ്യമില്ലാത്ത ചെടികളാണ് ഡെസേർട്ടിൽ വളരുന്നത്. ഇതാണ് ആ ഒരു സെന്റൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് അതേപോലെ ആ ഒരു സെന്റൻസ് അല്ല ഉത്തരത്തിൽ കൊടുത്തിരിക്കുന്നത്, പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം എഴുതണം. യെസ്, അർത്ഥം മനസ്സിലാക്കുമ്പോൾ വെരി ഫ്യൂ ട്രീസ് ഗ്രോ ഇൻ ഡെസേർട്സ് ബിക്കോസ് മോസ്റ്റ് ട്രീസ് നീഡ് വാട്ടർ ടു ഗ്രോ. കൂടുതൽ ചെടികൾക്കും വളരണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. അപ്പോൾ അങ്ങനെ വെള്ളം അധികം ആവശ്യമില്ലാത്ത ചെടികൾ മാത്രമാണ് ഡെസേർട്ടിൽ വളരുന്നത് എന്നുള്ള ആ ഒരു ഫാക്റ്റ് ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക എന്നുള്ളത് നമ്മൾ നമ്മുടെ ഒരു ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആണ്. കണ്ടില്ലേ? വെരി ഫ്യൂ ട്രീസ് ഗ്രോ ഇൻ ഡെസേർട്സ് ബിക്കോസ് മോസ്റ്റ് ട്രീസ് നീഡ് വാട്ടർ ടു ഗ്രോ എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ആൻസർ ചെയ്യാൻ പഠിക്കുന്നത്. ഒന്നുമില്ല, നമ്മുടെ സ്ട്രാറ്റജി ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം പാരഗ്രാഫ് വായിക്കാതെ നേരെ ചോദ്യങ്ങളിലേക്ക് പോകുന്നു, ചോദ്യം വായിക്കുന്നു, അതിൻ്റെ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ ആ 4 ഓപ്ഷൻസും കൃത്യമായിട്ട് നമ്മൾ വായിക്കുന്നു. വായിച്ച ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉത്തരങ്ങളിലേക്ക് എത്തുന്നത്. ആ വായനയിൽ നിന്ന് നമ്മൾ അതിലെ കീവേഡ്സ് കൃത്യമായി മനസ്സിലാക്കി നോട്ട് ചെയ്ത് ആ കീവേഡ്സ് ആണ് നമ്മൾ പാസേജിൽ നിന്ന് കണ്ടുപിടിച്ച് നമ്മുടെ ഒരു ബുദ്ധിയും കൂടെ നമ്മളവിടെ അപ്ലൈ ചെയ്യണം. കാരണം ബുദ്ധി ടെസ്റ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഈ പാസേജ് മുഴുവനും വായിച്ച് അർത്ഥം മനസ്സിലാക്കി കണ്ടുപിടിക്കുന്നതിൽ എത്രയോ എളുപ്പമാണ് ഈ കീവേഡ്സ് വെച്ച് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പാസേജ്, കോംപ്രിഹെൻഷൻ പാസേജസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും 25 മാർക്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത മാർക്കാണ്. ഒരാൾക്കും അത് മിസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു മാർക്കാണ്. അപ്പോൾ അത് എന്തായാലും സ്കോർ ചെയ്യുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. CC+ൽ ഇതുപോലെയുള്ള ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. നവോദയ എൻട്രൻസ് എക്സാമിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന വീഡിയോസും അതുമാത്രമല്ല ജനറലി ഒരുപാട് കോഴ്സുകളുടെ വീഡിയോസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ചാനൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും അതുപോലെ ഇതുപോലെ എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.